ഹലോ നമസ്കാരം കേട്ടോ. ഞാൻ സതീഷ് വയനാട് വണ്ടിമലയും. അപ്പോൾ എന്തൊക്കെയുണ്ട്, ഞാൻ ഇവിടെ താഴെ വരെ ഒരു ഓട്ടമാണ്. താഴെ എന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് വരെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായി ഇതിലേക്കൊന്ന് വന്നിട്ട്. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബാക്കി പറയാം. ഒന്നാമത് നല്ല കിടപ്പുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഇത് എന്ത് രസമാണെന്നറിയോ. പേടിയുണ്ട് കേട്ടോ. രസം മാത്രമല്ല, കുറച്ച് ഭയമുണ്ട്. അങ്ങോട്ട് നോക്കിയേ, പോകുന്നറിയില്ല. നല്ല ഒരു പൊത്താണത്. അധികം അങ്ങോട്ട് പോകാൻ പറ്റില്ല. നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേടിക്കണം. അത് നോക്കി, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ. നല്ല രസം കേട്ടോ. ഇവിടുന്ന് ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല അങ്ങോട്ട്. എന്ത് രസമായിട്ടാ. ഈ പാറേനെ കൊണ്ടുണ്ടാകുന്ന ചെടിക്ക് വരാൻ നല്ല ഭംഗിയുണ്ട്. കുരുമുളക് വള്ളിയാണ് ഈ പടർന്നു നിൽക്കുന്നത് കേട്ടോ. എന്താ മോനെ, ചെറിയൊരു ഗുഹ. എന്റെ മോനെ, ഇത് നോക്കിയാ എന്ത് രസാ അത് കാണാൻ. ഹായ്, നല്ല എനർജി ഉണ്ട്. നല്ല സൂപ്പർ വൈബ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്കൊരു പോസിറ്റീവ് വൈബ്. അത് മനസ്സിനും ശരീരത്തിനും എന്തായാലും കിട്ടും ഇവിടെ. എനിക്കെന്തായാലും നല്ല റിലാക്സ് ആണല്ലേ. ഒരു മരത്തിന്റെ കുറ്റി, അടിപൊളി കേട്ടോ. മൈക്ക് എടുത്തില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. മൈക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാണ്ടല്ലോ അല്ലേ. അമ്പൂത്തിമലേന്റെ ആ വിള്ളല് എന്ത് രസമാണ്. ചെറിയ പൂക്കൾ കണ്ടില്ലേ. ഒരു തരം ഓർക്കിഡാണിത്. കണ്ടാ, പറിച്ച് നശിപ്പിക്കാൻ തോന്നുന്നില്ല. ഇതിങ്ങനെ വെച്ചാൽ ഇവിടെ ഉണ്ടായിക്കോളും. സ്റ്റെപ്പ് ഇനിയാണ് കാണാനുള്ളത്. ഇനിയാണ് കാണാനുള്ളത് കേട്ടോ. ഓ എന്റെ മോനെ, ഇത് വന്നു നോക്കിയടാ. എനിക്ക് വയ്യ. ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പർ വൈബ്. എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തത് അമ്പലത്തിന്റെ ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചെരുപ്പൊക്കെ ഞാനിവിടെ അയച്ചിടാണ്. സാറില്ല, അങ്ങോട്ട് പോകണില്ല, കുഴപ്പമില്ല. അവിടെ ഒന്നും വല്ലാക്കാതിരുന്നാൽ മതി. ഒന്നും പറയണ്ട. അതാ കണ്ടില്ല അമ്പൂത്തിമല നോക്കി. എടക്കൽ കേവ് സ്ഥിതി ചെയ്യുന്ന അമ്പൂത്തിമല കാണുന്നുണ്ടോ? എന്താ രസമോ. അതിന്റെ താഴ്വാരം നോക്കിയ പകുതി വെയില്, പകുതി ഇവിടെ വെയിലില്ല. വേണ്ട. ഭയങ്കര കേട്ടോ. അമ്പലയിൽ ടൗണാണ് കാണുന്നത്. നോക്കിയേ, ചെമ്പ്രമല നോക്കി. ചെമ്പ്രമല അടിപൊളിയിട്ട്. ചെമ്പ്രമല മാത്രല്ലേ കണ്ടില്ലേ, നമ്മുടെ ചീങ്ങേരി മല. 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അതിന് മേലെ കയറി കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. പക്ഷെ ഇത് അതിനേക്കാൾ ബാംഗ്ലൂർക്ക് നോക്കിയേ. അവിടെ ഞാനന്ന് കയറിയപ്പോൾ അത് ഏറ്റവും വലിയ ഹൈറ്റിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നല്ല ഹൈറ്റ്. അയ്യോ, ഇപ്പൊ ഒരു സങ്കടമുള്ളൊരു സ്ഥലം പറഞ്ഞുതരാം. അത് കാണുമെന്നറിയില്ല, സൂമിങ്ങിൽ കിട്ടുമെന്നറിയില്ല. നമ്മുടെ മുണ്ടക്കൈ ഉരുളുപൊട്ടിയ സ്ഥലം കണ്ടോ? ആകാശം മുട്ടി നിൽക്കുന്ന മലേന്റെ നേരെ ഭാഗത്തുനിന്ന് താഴേക്ക് കണ്ടിടിഞ്ഞ സ്ഥലം കാണുന്നുണ്ട്. ക്യാമറയിൽ എത്ര കിട്ടുമോ എന്നറിയില്ല. ചെറുതായിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം. ഉച്ചമലേന്റെ മുകളിൽ നിന്ന് കയറുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക്
വല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ ഇത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം കാണാട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയൊരു സ്ഥലം അത് മഞ്ഞപ്പാറ വ്യൂ പോയിന്റ്. ഇവിടുന്ന് നോക്കുമ്പോ ചെറിയൊരു പുട്ടുകുറ്റി, അല്ല എന്താ പറയാ, ചിരട്ടപ്പുട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. മറ്റേ അതും നമ്മുടെ ഈ ടൂറിസ്റ്റ് പ്ലേസിന്റെ ആണല്ലോ, അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ കാരാപ്പുഴ ഡാം അതാ ഇങ്ങോട്ട് കാണാം. നമുക്ക് അപ്പുറ സൈഡ് കണ്ടില്ലെങ്കിൽ ബത്തേരി ഭാഗം കാണണ്ടേ? ബത്തേരി ഭാഗം കാണാൻ ഈ സൈഡിലേക്ക് പോവാം നമുക്ക്. കാരാപ്പുഴന്റെ വെള്ളം അതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചതിന്. ഇതിലേം കിടന്നാലോ? വേണ്ട, ഇതിലെ ചെരുപ്പ് ഇവിടെ. ഇത് വഴിയുണ്ടോ? അഡ്വഞ്ചർ ആണ് കേട്ടോ. അഡ്വഞ്ചർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അഡ്വഞ്ചർ ആയിട്ട് കണ്ടോളൂ കേട്ടോ. അഡ്വഞ്ചർ പ്ലേസ് ആണ്, വെരി ഡേഞ്ചർ സോൺ ആണ്. ആവേശം കാണിച്ച് വരാൻ പറ്റുന്ന സ്ഥലമല്ല കേട്ടോ ഒരിക്കലും. ഔ, അവിടെ അങ്ങനെ സൈഡിലേക്ക് പോകുന്ന നോക്കും. ഓ, ഈ ചെറിയ മരങ്ങളെല്ലാം കൊണ്ടുണ്ടല്ലോ, ഇതിന്റെ ചില്ലകൾ കാരണം നമുക്ക് ഇവിടുന്ന് 360 ഡിഗ്രിയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കാണാനുള്ളത് ആ മീനങ്ങാടി ഭാഗമാണ്. വലിയ വലിയ ഗർത്തം ഉണ്ട്. അല്ല, നമ്മളിവിടെ തന്നെ നേരത്തെ വന്നത്, പിന്നെയും വഴി തെറ്റി. ഇങ്ങോട്ടല്ല, അങ്ങോട്ടാ കൊണ്ടുപോയി. എന്തായാലും കൂടുതലൊന്ന് പറയാം, ആ കാരാപ്പുഴ ഡാമിന്റെ വെള്ളം കുറേശ്ശെ കാണാം, കുറേശ്ശെ. ഈ താഴ്ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം, കുറച്ച് താഴോട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാണാനുണ്ടോ നോക്കാം. ഒരു ആമേന്റെ തല പോലെ നോക്കി, ശരിക്കും ഒരു ആമ ഇരിക്കുന്നു. ആമേന്റെ തല അതുപോലെ തന്നെ അല്ലേ? അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ആമ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇതാ സംഭവം. അത് തന്നെ. നമ്മള് എടക്കൽ കേവിൽ പോയ സമയത്ത് കണ്ട കാഴ്ച ഇതേപോലെ ഉണ്ട്. അതിലിങ്ങനെ അലുവ മുറിച്ച പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അവിടെ കാണുന്ന ഒരു വിള്ളൽ കേട്ടോ. പക്ഷെ ഇതിങ്ങനെയാണ്, അത് ഒരുപാട് മീറ്റർ, എത്രയോ മീറ്റർ താഴ്ചയിലേക്കാണ്. പാറയുടെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റുന്നൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കൊരു പേടിയാകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കാര്യമായിട്ട് കാണിക്കുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഇച്ചിരി പേടിയുണ്ട്. ഓ, കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോക്കി നിൽക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇതൊരു വേറെ ഓർക്കിഡാന്ന് തോന്നുന്നുണ്ട്, ആ ഇനത്തിൽ പെട്ടതാ. നല്ല രസാ. ഓ, ഭയങ്കര കാഴ്ച കേട്ടോ.
ഈ പാറേന്റെ മുകളിൽ വല്ല കൊത്തുലിപികളുണ്ടെന്നാ ഞാൻ നോക്കുന്നത്. ഹായ്, നല്ല രസമുണ്ട്. ഇതാ ഈ ചെടി നിൽക്കുന്നത് ഭയങ്കര ഒരു കാഴ്ച കേട്ടോ. നമ്മളെ വീട്ടിൽ ഇങ്ങനെ നട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് വൈബ്! ഓ, ഒരു രക്ഷയില്ല. ഇതാണ് ശരിക്കും പ്രകൃതിന്റെ ശരിക്കും ഭയങ്കര ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതല്ല. ഓ, ചട്ടിയിൽ വെച്ച പോലെ ഉണ്ട്. എന്താണ് കാഴ്ച! ഓരോ ഭാഗത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആനന്ദം തരുന്ന ഭയങ്കര കാഴ്ച തന്നെ. അത് കണ്ടില്ലേ? ഇതുപോലത്തെ കുറേ ഉണ്ട് കാണിക്കാനേ. അവിടെയൊക്കെ ചെറുതുണ്ട്, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല. എന്താണ് സ്ഥിതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ പറയുന്നത് ചിലപ്പോൾ മൈക്കില്ലാത്തതിന്റെ മൈക്കിന്റെ ഒരു കുറവുകൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ കുറച്ച് കുറവുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അടുത്തതിന് നമുക്ക് മൈക്കൊക്കെ സെറ്റാക്കാം കേട്ടോ. എന്താ സ്ഥിതി? ഇഷ്ടപ്പെട്ടോ? കുരുമുളകിനൊക്കെ എന്താ വില? കറുത്തമുത്ത് നാച്ചുറൽ ബ്യൂട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഇതിലും നന്നാക്കി കൊണ്ടുവരാനുള്ള സ്ഥലം ഞാൻ കണ്ടെത്തും. ഇത് ചുരുങ്ങിയ ചെറിയൊരു എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ അടുത്ത് ഒരു സ്ഥലം വരെ വന്നപ്പോൾ ഞാനൊന്നുകൂടി കയറിയതാ. ഇതുപോലെ നല്ല സ്ഥലങ്ങൾ ഞാൻ ഇനി സൂപ്പറായിട്ട് നന്നായിട്ട് വീഡിയോയിലാക്കിയിട്ട് കൊണ്ടുവരും. കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഓക്കെ, നമ്മളൊന്ന് ഒരു യൂട്യൂബർ ആയിക്കോട്ടെ. ആ ഒരു പാറയും കൂടി കാണിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. അല്ല, ഇവിടുന്ന് പോയിക്കോ. ഇതും കൂടി ഒന്ന് കാണിച്ചിട്ട് പോവാം. ഈ ഒരു പാറയും കൂടി കണ്ടിട്ട് നമുക്ക് പോകട്ടോ. അവിടുന്ന് ഷൂട്ട് ചെയ്താൽ ഫുള്ള് കാണാം. ഇത് ചെറിയൊരു ഗുഹയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഞാൻ ഇടയ്ക്കലൊക്കെ പോയ സമയത്തേ, അതുപോലെ മ്യൂസിയത്തിലൊക്കെ പോയ സമയത്ത് പാറേൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തുപണികൾ കണ്ടായിരുന്നു. ലിപികൾ അവിടെ അടയാളപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിപികൾ ചെറിയ രീതിയിലാണെങ്കിൽ ഇതെനിക്ക് വലിയ രീതിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു ലിപിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒളവി കൂടെ അതിന് പോയി കൈവച്ച് എന്താണ് ഡേഞ്ചറാണ് കേട്ടോ. ഡേഞ്ചറാണ്. സ്ഥലം കാലിയാക്കാം. പക്ഷെ അത് കൈ വെച്ചു ഞാൻ പോണേ. ഒളവി കൂടെ ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അത് വേഗം സ്ഥലം കാലിയാക്കണം. അപ്പോൾ ഓക്കെ, വളരെ റിസ്ക് പിടിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ഷെയർ ചെയ്യണം. വേഗം ഇവിടുന്ന് കഴിച്ചിട്ടാണ്. പുലിനെയും കടുവിനെയാണ് പേടി ഉണ്ടായിരുന്നത്, പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിനെ പേടിക്കണം. ഓക്കെ ബൈ, താങ്ക് യു.